ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കേരള സ്റ്റൈൽ പുളിയിഞ്ചിയാണ്. അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തുള്ളത് 1/4 കപ്പാണ്. അപ്പോൾ ഇതിലേക്ക് 250 ഗ്രാം ഇഞ്ചി ചെറുതായി അരിഞ്ഞതാണ്. അടുത്ത് ചേർക്കേണ്ടത് 100 ഗ്രാം പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇഞ്ചിയും പച്ചമുളകും കൂടെ നന്നായി ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇഞ്ചി പച്ചമുളക് നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അടുത്ത് ചേർക്കേണ്ടത് 200 ഗ്രാം പുളി പിഴിഞ്ഞ് അരിച്ചെടുത്തതാണ്. മിക്സ് ചെയ്യാം. ഇനി ചേർക്കേണ്ടത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യാം. അടുത്തത് ചേർക്കേണ്ടത് 150 ഗ്രാം ശർക്കര. മിക്സ് ചെയ്യാം. എന്നിട്ട് ഈ പുളി നന്നായി ഒന്ന് കുറുകി വരട്ടെ. പുളിയിഞ്ചി ഇതാ നന്നായി കുറുകി വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവ് കുറവാണ് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്താൽ മതി കേട്ടോ. പുളിയിഞ്ചി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് നമുക്ക് കടുകൊന്ന് പൊട്ടിച്ചിടാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, ഉണക്കമുളക്, ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് സെർവിംഗ് ബൗളിലേക്കൊന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്.